Good morning. Fourth day in Thailand, Bangkok. നമ്മൾ ഫോർത്ത് ഡേ റെഡി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 8:30 ഇറങ്ങാൻ പറഞ്ഞു. റെഡി ആയിട്ട് 8 o'clock നമ്മളത് ബൊഫെ കഴിക്കാനായിട്ട് പോവുകയാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഒരു സ്ഥലം മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഈവനിങ് ഒക്കെ ഫ്രീ ആണ്. അപ്പം നമ്മൾ മിക്കവാറും ഇന്ന് ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി കയറാൻ ചാൻസ് ഉണ്ട്. ആ കീയൊക്കെ ഇങ്ങനത്തെ ചിലപ്പോൾ അവർ ചോദിക്കും. ഗുഡ് മോർണിംഗ്. 339-337. താങ്ക് യു. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. റൈസ് രാവിലെ എനിക്കൊന്നും അവരുടെ മറ്റൊരു സൂപ്പ് ഉണ്ടല്ലോ, അതായിരിക്കും. ഉപ്മാ, യെല്ലോ ദാൽ, പാസ്തയൊക്കെ നോക്കിയിട്ട് എടുക്കണേ. ഇത് തായ് ഡിഷസ് ആണെന്ന് തോന്നി. ഇത് നല്ലൊരു തീരുമാനം. മുട്ട പുഴുങ്ങിയത് ഈ സാധനം വെറുത്തു കേട്ടോ ഞാൻ. ചിക്കൻ സോമ്യോ. ഇവിടെ തായ് ഡിഷസും ഉണ്ട് കേട്ടോ. തായ് ഡിഷസും ഉണ്ട്. സോറി. ടീ, മിൽക്ക്, ഹോട്ട് വാട്ടർ, ബ്ലാക്ക് കോഫി, മാംഗോ ജ്യൂസ്, ബ്രെഡ് ജാം, മയോണൈസ്, കുക്കീസ്, ബ്രെഡ്, ഗുവാവ, വാട്ടർമെലൺ, ദെൻ സാലഡ്. കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചോക്കോ ഫ്ലേക്സ്, യോഗർട്ട്, നോ ഫാറ്റ്, ക്രീം സാലഡ് ക്രീം ഒക്കെ ഉണ്ട്. മറ്റേ കോൾഡ് ക്രീം അതും ഉണ്ട്. മിൽക്ക്, ടൊമാറ്റോ, ചെറി ടൊമാറ്റോ. വാ കഴിക്കാം. നമുക്ക് 8:30 വണ്ടി വരും. സമയം കഞ്ഞിയാണ്. മിക്സ് വെജ് പോറിജ്. സോറി. സ്ഥിരം നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ നിന്ന് ചെറിയൊരു മോചനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി തായ് ഫുഡൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ തായ് ഫുഡൊന്നും എടുക്കുന്നില്ല. മുട്ട പുഴുങ്ങിയതൊക്കെ ഇരിപ്പുണ്ട്. തായ് ഫുഡെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, പാസ്തയാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ എന്തോ ഒരു സൂപ്പ് പോലൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. ഇതാണ് എൻ്റെ ഫുഡ്. ഇതാർക്കുള്ളത്? ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കണുണ്ട്. നോക്കട്ടെ. പാസ്ത കുഴപ്പമില്ല. എല്ലാം നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. മറ്റേ ഓയിലിൻ്റെ. നൂഡിൽസും കൊള്ളാം. അനന്തോ പിന്നെ ലീഫി വെജിറ്റബിൾ പോലെ എന്തൊരു സാധനമൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ലീഫി അവരുടെ തായ് ഒരു ഇതുപോലെ. അതൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി കഴിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഈ ബൊഫെ ഐറ്റംസൊക്കെ അത്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പിന്നെ മുട്ട പൊഴുങ്ങിയത് കിട്ടി കേട്ടോ. എവിടെ പോയാലും മുട്ട പൊഴുങ്ങിയത് കിട്ടാറുണ്ട്. പക്ഷേ ഈ തായ്ലൻഡ് വന്ന ശേഷം ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇന്ന് മാത്രമാണ് മുട്ട പൊഴുങ്ങിയത് കിട്ടിയത്. അത് കണ്ടപ്പോൾ സന്തോഷം കേട്ടോ. എനിക്ക് മുട്ട ഓംലെറ്റ്, ചിക്കി എടുക്കുന്നതൊക്കെ എല്ലാത്തിനെക്കാട്ടും ഇഷ്ടം മുട്ട പൊഴുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ മുട്ട പൊഴുങ്ങിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. മറ്റതും എല്ലാം കഴിക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മുട്ട പൊഴുങ്ങിയത് കഴിക്കാനാണ്. അതിനിപ്പോൾ മുളക് പൊടിയോ ഉപ്പോ അങ്ങനെയൊക്കെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് എങ്ങനെ കിട്ടിയാലും മുട്ട പുഴുങ്ങിയത് എത്രണ്ണം കിട്ടിയാലും കഴിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കാം. സ്പൂൺ ഫോർക്കൊക്കെ വെച്ച് കുത്തി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാര്യം നടക്കില്ല, കഴിക്കുന്നതിന് ടേസ്റ്റും കിട്ടില്ല. മറ്റുള്ളവർക്ക് എന്ത് ചിന്തിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആണോ? അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എണീറ്റിട്ടുണ്ട്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നാണ് നമ്മൾ നമ്മുടെ ഒറാങ്കൂട്ടനെ കാണാൻ പോകുന്നത് കേട്ടോ. തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒറാങ്കൂട്ടനല്ലേ. അപ്പോൾ ഒറാങ്കൂട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അച്ഛൻ ദേ അതിന് റെഡിയായി നിൽക്കുകയാണ്. അവിടെ നിന്ന് വന്നപ്പോഴേ ഓറാങ്കൂട്ടനായിട്ട് ഫോട്ടോയൊക്കെ എടുക്കണം, ഓറാങ്കൂട്ടനായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ വന്നത്. തായ്ലൻഡ് ട്രിപ്പിലെ അച്ഛൻ ഏറ്റവും ആഗ്രഹിച്ച് സന്തോഷിച്ച് വന്ന ഒരു ഇതാണ് ഒറാങ്കൂട്ടനെ മീറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ എല്ലാവരും തായ്ലൻഡിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തായ് മസാജ്, ലേഡീസ്, മദ്യം അങ്ങനെയൊക്കെയാണ്. ഇവിടെ ആണെങ്കിലും ഇത് നേരെ മറിച്ച് ഒറാങ്കൂട്ടൻ
ഒറാങ്കൂട്ടാനെന്നും പറഞ്ഞ് അങ്ങനെ ചാവുകയാണ് അച്ഛൻ. ഇതാണ് യഥാർത്ഥ ബാങ്കോക്ക്. നമ്മൾ കാണുന്ന തായ്ലൻഡ് ഒന്നും അല്ല. ഡ്രെയിനേജും വേസ്റ്റ് വെള്ളവും മെയിൻ സിറ്റിയാണിത്. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സെന്റർ എന്നാണ് പറയുന്നത്. ഓ കോളനി പോലെ ഒരു നമ്മൾ മലേഷ്യ പോയ അത്ര ഒരു ഇതുപോലും ഇല്ല. ഓ മാത്രല്ല ഇത് അല്ല ഇത് എന്തായാലും അല്ല എന്തായാലും ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സെന്ററിൽ താമസത്തോടെ കിടക്കല്ലേ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാഴ്ച ഭയങ്കര ഒരു മോശം തന്നെയാണ്. എന്ത് വൃത്തികേടായിട്ട് കിടക്കണം നോക്ക്. സ്മെല്ലും കാണും സ്മെല്ലുണ്ട്. ഒരു സൈഡിൽ ആ സൈഡിലും ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചത് തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബാങ്കോക്കിലെ മെയിൻ സിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമില്ല ഇതൊക്കെയാണ് ശരിക്കുള്ള തായ്ലൻഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ, സഫാരി വേൾഡിലേക്കാണ്. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് മനുഷ്യരെയൊക്കെ കണ്ട് മടുത്തുനിന്ന് ഇനി കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിനും ടൈം തന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ട ശേഷം ഇവിടെ നമുക്ക് കാറിലിരുന്ന് ലൈവായിട്ട് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതിന് 3 മണിയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെറ്റായി പോവാണേ. നമ്മൾ സഫാരി വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അച്ഛൻ തിരിച്ചു വരാം. അച്ഛൻ വരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം ഓറാങ്കൂട്ടാൻ വേണ്ടി മൽപ്പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുതലേ അച്ഛൻ റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടാ. അച്ഛൻ അങ്ങനെ നമ്മുടെ ഓറാങ്കൂട്ടനുമായിട്ട് മൽപ്പിടുത്തം പിടിക്കാനായിട്ട് ഓൾ സെറ്റ് റെഡിയായി ഇരിക്കുകയാണ്. നമ്മളോട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യൂ, നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ, പുള്ളി ചെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോഴേക്കും പുള്ളി ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. ഈ ഒരു സഫാരി പാർക്കിൻ്റെ എങ്ങനെ എങ്ങോട്ടൊക്കെ പോകണം, ഏതൊക്കെ ഷോ എപ്പോഴൊക്കെ എവിടെ വെച്ചാണെന്നുള്ളതെല്ലാം ആ ഒരു മാപ്പിലൊരു പേപ്പർ തരും. അതിലൊരു മാപ്പാണ്. ആ മാപ്പിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓറാങ്കൂട്ടനുമായിട്ടുള്ളൊരു മൽപ്പിടുത്തവും ഞാൻ നമ്മുടെ ഗൈഡുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഫ്രീ ഫുഡിൻ്റെത് ഒട്ടിപ്പ് കറി. ร้านอาหารจะเปิดเวลา 12.30 น. ถึง 14.00 น. The restaurant will be open from 12:30 p.m. to 2 p.m. มารินพาร์คฟู้ดมารินพาร์คฟรีโอเคเนี่ยนัมเบอร์ฟู้ดอันนี้ฟู้ดโอเคมารินพาร์คนะแล้วนี่ซาฟารีพาร์ค Safari Park คุณต้องออกมาเจอผมตรงนี้เวลา 14.30 น. ไม่เกิน 15.40 น. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. You must come out, meet me here 2:30 ปัก p.m. กิ่งวัน Okay. แล้วจ้ะซาฟารีพาร์ค You here? โอเค Okay. ปักกิ่งวันเวลาเวลา Okay. ปักกิ่งวันโอเคไปซาฟารีพาร์คอันนี้ You okay. อันนี้ฟู้ดนะฟู้ดมารีนพาร์คฟรีบุฟ Food เฟ่ come. കൃത്യമായിട്ടും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡ്രൈവർമാർ തന്നെയാണ്, ഗൈഡായിട്ടൊന്നും ഇല്ല കേട്ടോ, ഡ്രൈവർമാർ തന്നെയാണ് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ തോന്നിവാസത്തിന് പോയി കണ്ടിട്ട് വരും, അത്രയേ ഉള്ളൂ. അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, യബ. അവരും തിരിച്ച് യബ. സത്യം പറഞ്ഞാൽ പഞ്ചാബി ഹൗസിലെ ദിലീപ് കാണിക്കും പോലെയാണ് ഞാനും അവരും തമ്മിൽ ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും ഇയാളല്ല വരുന്ന ഡ്രൈവേഴ്സ്മാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ആംഗ്യ ഭാഷ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ തായ്ലൻഡിൽ ചെന്നിട്ട് ജീവിച്ച് പോകുന്നത്. പക്ഷേ ഷോപ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളവരുണ്ട്. പക്ഷേ ഈ ഡ്രൈവർമാർക്ക് ഒറ്റൊരെണ്ണത്തിന് ഇംഗ്ലീഷോ ഒന്നും അറിയത്തില്ല. എന്തൊരു കഷ്ടപ്പാടാണെന്ന് ആലോചിച്ച് നോക്കിയേ. അയ്യോ, ഇവരുമായിട്ട് ഒരു കാര്യം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനോ എന്താണെന്നോ ഏതാണെന്നോ
നമ്മൾ പിന്നെ കയറി കണ്ട് അവിടെ ഇവിടെയൊക്കെ മുക്കും മൂലയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് കുറേ കാര്യങ്ങൾ, അല്ലാതെ വേറൊന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ, അതും വെച്ച് കുത്തിക്കൊണ്ടിരിക്കുന്ന നേരം ഉണ്ടെങ്കിൽ വേറെ പണി ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വൈഫൈ കണക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് കാണിക്കാനും പറ്റില്ല. അവരെന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും, നമ്മളതനുസരിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മളെ പുള്ളിക്കാരനകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലോകമാണ്, പുള്ളിയായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും ഇല്ല. നമ്മൾ സഫാരി വേൾഡിൽ വന്നു. നമ്മുടെ ഡ്രൈവർ 3 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ മ്യൂസിയം എന്തുകൊണ്ട് അവിടെ കാണാൻ പുള്ളി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഒറാങ്കൂട്ടാൻ, ഡോൾഫിൻ ഒക്കെ ഉള്ളത്. ഞാൻ സൺഗ്ലാസും എടുത്തില്ല, തൊപ്പി എടുത്തില്ല കേട്ടോ. ഞാൻ കരുതി ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയ ശേഷം ഇതെടുത്തിട്ട് വരാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ വന്നു. കാരണം ഇവിടെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റും. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ തിരിച്ച് പോകാനൊന്നും നിന്നില്ല. വേദു നോ ക്യാമറ എന്ന് വെച്ചേക്കുന്നത്. അങ്ങനെ സൺഗ്ലാസും തൊപ്പിയൊന്നും എടുത്തില്ല. നല്ല വെയിലുണ്ട്, എന്താവും അവസ്ഥ എന്നറിയില്ല, കണ്ണ് പോലും തുറക്കാൻ വയ്യ. പക്ഷെ എന്ത് തന്നെയായാലും ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു പോസിറ്റീവ് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അത് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. നല്ല ഒരു ഫുൾ ഗ്രീനിഷൊക്കെ ആയിട്ട് കിളികളുടെ ശബ്ദവും മൃഗങ്ങളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അകത്തേക്ക് കയറിയപ്പോഴേക്കും ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. നമ്മുടെ മ്യൂസിയം ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ അത് വേറൊരു കൺട്രിയിലാണ് പറഞ്ഞത്. 12:30 തൊട്ട് 3 മണി വരെയാണ് ഫുഡ്. അതിനുള്ളിൽ നമ്മൾ ഡോൾഫിൻ ഷോ, ഒറാങ്കൂട്ടാൻ എല്ലാം കണ്ടിട്ട് നോക്ക്, ബേർഡ്സ് ഇരിക്കും നോക്കടാ. അതിനെന്തോന്ന് പേര് പറയണം പിന്നെ? മക്കാവോ പാരറ്റ്. മക്കാവോ പാരറ്റ് എന്ന് പറയൂല ഇതിനാ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. ഇതിനകത്ത് കയറിയപ്പോൾ പിന്നെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നല്ല രസമുണ്ട്. നിറയെ ഇങ്ങനെ മരങ്ങളും ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറി വന്നപ്പോൾ തന്നെ ഇതേ കിളികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ആദ്യമേ ഫോട്ടോ എടുത്ത് തുടങ്ങുകയാണ്. പിന്നെ കരുതി ഫോട്ടോ എടുത്ത് നിന്നാൽ നമ്മുടെ സമയത്ത് 3 മണിയാകുമ്പോൾ കറക്റ്റ് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. 2 മണിക്കും 2:30ക്കും ഒക്കെ ഏതൊക്കെയോ ഷോ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് 3 മണിക്ക് പുറത്തിറങ്ങിയാൽ നമുക്ക് ഇനി അനിമൽസിനെ ലൈവായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഇതിന് തൊട്ട് ചേർന്നിട്ട്. അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ മീൻസ് ഒരു പ്ലാനിങ്ങോട് കൂടി പോയില്ലെങ്കിൽ നടക്കത്തില്ല. ഫോട്ടോയും എടുത്ത് കറങ്ങി തിരിഞ്ഞ് വീഡിയോ എടുത്ത് നടന്നാൽ ഒരു കാര്യം നടക്കത്തില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാമല്ലോ, ആദ്യമൊക്കെ ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ പതിയെ അതിൻ്റെ ആ ഒരു സ്പീഡും ആ ഒരു ഇതൊക്കെ അങ്ങ് കുറയും. പിന്നെ എടുക്കണോ വേണ്ട അല്ലേ, ഇനിയിപ്പോൾ വേണ്ട, ഇത്രയൊക്കെ എടുത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ഫീലായിപ്പോൾ കേട്ടോ. സത്യമായിട്ട് അത് ടയേർഡായിട്ട് പറ്റുന്നതാണേ. രാവിലത്തെ ആ ഒരു ഉന്മേഷം വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് ക്ഷീണിച്ചു പോകും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഏട്ടന് നല്ല മൂടാണെങ്കിൽ കാര്യമായിട്ട് വീഡിയോസ് എടുത്തുതരും. ഏട്ടാ മതി ഏട്ടാന്ന് പറഞ്ഞാൽ പോലും കേൾക്കാണ്ട് നല്ല കാര്യമായിട്ട് എടുത്തുതരും കേട്ടോ. അതിന് ഞാൻ ഏട്ടനെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തുതരും കേട്ടോ. എവിടെ ഒറാങ്കൂട്ടാച്ചീര എന്തോ അച്ചി തായ്ലൻഡ് പറഞ്ഞതിൻ്റെ അന്ന് മുതലേ അച്ചിക്ക് ഉറക്കമില്ല. ഒറാങ്കൂട്ടൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഏട്ടനാണ് വീഡിയോസ് എല്ലാം എടുത്ത് തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഏട്ടനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്ത് തരുമ്പോൾ ഏട്ടനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊട്ടെങ്ങാനും വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് സൈഡിലെങ്ങും നിൽക്കില്ല കേട്ടോ, ദൂരത്ത് മാറി നിൽക്കും. അതുകൊണ്ടാണ് ഏട്ടനെ കാണാത്തത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏട്ടൻ വീഡിയോ എടുത്ത് തരുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ വീഡിയോസിനും 30-40 മിനിറ്റൊക്കെ ലെങ്ത് ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോക്ക് എത്ര ലെങ്ത് ഉണ്ടാവത്തുമില്ല അല്ലേ. ഇഷ്ടമില്ലാത്ത വീഡിയോസിന് ഇത്രയും ലെങ്ത് ഉണ്ടാവുകയും ചെയ്യും. ഏട്ടനിപ്പോൾ ഇങ്ങനെ ഇത്രയും വാരി കോരി എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇടാനുള്ളത് എടുത്ത് തരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് വീഡിയോസ് എല്ലാം ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ പറ്റാത്തവർക്ക്, പോകാൻ പറ്റാത്തവർക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഏട്ടൻ എടുത്തില്ലായിരുന്നാലും ഞാനും മാക്സിമം എടുക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഏട്ടൻ എടുത്ത് തന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെ കേട്ടോ. നിങ്ങളൊക്കെ ഫുള്ള് കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇടുന്നു. കാണണമെങ്കിൽ കയറിയാ മതി. അപ്പോൾ അവിടെ നിന്നില്ല. ഓ അങ്ങോട്ട് നടന്നു വാ. എവിടെ ഒരു ചെറുത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ചെറുത്. ഇവിടെ വെച്ച് വീണ്ടും നമ്മൾ നമ്മുടെ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെ വെച്ച് കണ്ട ഫാമിലീസ് കോട്ടയത്തൊക്കെയുള്ള ഫാമിലീസ്, ആ ടൂർ ട്രാവൽ ഏജൻസി, അവരെ മീറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ച് പോവുകയാണേ. ഒറാങ്കൂട്ടൻ എവിടെ? ഇവിടെ അച്ഛൻ കൊച്ചു ഇവിടെ. നമുക്ക് ഇന്നലെ ആയിരുന്നു.
നല്ല നിങ്ങൾ ഒരുപാട് പേരുള്ളവർക്ക് രസമാണ്. നമ്മൾ ഫാമിലി ഇന്ത്യൻ വേസ്റ്റ് കൊള്ളില്ല. മഴയായിരുന്നു, പോയിട്ട് വരണവരെ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു. ആ ഫാമിലീസിനൊക്കെ ഇന്നാണ് കേട്ടോ ക്രൂയിസ് ഡിന്നർ. അവരെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു കൊള്ളാം, പക്ഷേ ഫുഡ് മാത്രം കൊള്ളത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവരും പോയി എൻജോയ് ചെയ്തിട്ടല്ലേ. അവർ ഒരുപാട് പേരുണ്ട് കേട്ടോ, കുറേ NRIs ആണ് വന്നിട്ടുള്ള ഫാമിലിയായിട്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. 2 മണിക്കൂർ ആക്ച്വലി തികയത്തില്ല കേട്ടോ. നമ്മൾ വെറും 5 പേര് ഫാമിലിയായിട്ട് പോയി നോക്കിയിരുന്നത് പോലെ അല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഫുഡിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ അവർക്കൊക്കെ, അതുകൊണ്ട് അറിയത്തില്ല. എന്തായാലും ഇത് സഫാരി വേൾഡിലെ മറൈൻ വേൾഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. നിറയെ ഫിഷസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേദ ഇതുപോലൊരു സ്ഥലത്താണ് കടലിനടിയിൽ ലൈവായിട്ട് പോയി കണ്ടത്. വെറുതെ എൻ്റെ 5000 രൂപ കളഞ്ഞു. ഇതുപോലെ വന്ന് കണ്ടാൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കാണുന്നത് വേറൊരു എക്സ്പീരിയൻസ്, ചില്ല് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് കാണുന്നത് വേറൊരു എക്സ്പീരിയൻസ്. പക്ഷേ 5000 രൂപ കളയണ്ടായിരുന്നു അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സമാധാനിക്കല്ലേ. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും വെട്ടം സിനിമയിൽ ദിലീപ് പറയും പോലെ ഇതേ തുടങ്ങിയിട്ടുണ്ട് 5000 രൂപ 5000 രൂപ 5000 രൂപ എന്ന്. അത് ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന 5000 രൂപ കേട്ടോ. നമ്മൾ ചിലരിങ്ങനെ നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തൊക്കെ പറയും, ഉണ്ണാതെ തിന്നാതെ പോയില്ലേ 5000 രൂപ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പോട്ടെ, നമ്മുടെ കൊച്ചിന് വേണ്ടി ചെയ്തതല്ലേ എന്നുള്ളൊരു സമാധാനം. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണ് ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നതെന്ന് അറിയത്തില്ല. 10:15 എന്തോ ആണ് ഒറാങ്കൂട്ടൻ ഷോ ഉണ്ട് ഒറാങ്കൂട്ടൻ്റെ. അപ്പോൾ ആ ഷോ കാണണമെങ്കിൽ ഇവിടെ ഇനി വേറെ എന്തൊക്കെ കാണാനുണ്ടെന്ന് അറിയത്തില്ല. കറക്റ്റ് 10:15 നമ്മൾ ആ ഷോയ്ക്ക് പോയാലേ നമുക്ക് ഓറാങ്കൂട്ടനെ കാണാൻ പറ്റത്തുള്ളൂ. ഒരാൾ അവിടെ നിന്ന് ചാടിപ്പടച്ച ഓറാങ്കൂട്ടൻ എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ പിന്നെ അതിൽ നമ്മളൊരു താമസം വരുത്തിക്കാൻ പാടില്ല. അച്ഛൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ക്രൂയിസ് ഡിന്നറിലും ഒക്കെ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന പോലെയാണ് അച്ഛൻ ഓറാങ്കൂട്ടനെ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതെന്താ സംഭവം എന്നറിയോ? മുജ്ജന്മ ഒരു ബന്ധം എന്തോ അച്ഛൻ ഓറാങ്കൂട്ടനായിട്ടുണ്ട്, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്കറിയില്ല എന്താണ് ഇത്രയോ ഓറാങ്കൂട്ടനോട് ഇഷ്ടമൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഒറാങ്കൂട്ടനെ കാണാനായിട്ടുള്ള അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒറാങ്കൂട്ടൻ്റെ ബോർഡും ഒറാങ്കൂട്ടൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ ആരോ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡോൾഫിൻ ഷോ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെന്താ എന്തൊക്കെയോ 2-3 ഷോ ഉണ്ട് കേട്ടോ അവരുടെ. അപ്പോൾ ആ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് 3 മണിയാകുമ്പോൾ ഇറങ്ങാനായിട്ട്. സത്യമായിട്ട് മാപ്പൊന്നും നോക്കിയിട്ടൊരു കുന്തം മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിൽ കുറച്ച് പേര് പോകുന്നുണ്ട്, അവർ പറയുകയാണ് നമ്മൾ നടക്കുന്നത്. എന്താണ് എങ്ങോട്ടേക്കാണ് അവർ പോകുന്നതെന്ന് അറിയില്ല. അവർ വല്ല ടോയ്ലറ്റിലാണോ പോകുന്നതെങ്കിൽ നമ്മളും കൂടെ ടോയ്ലറ്റിലാട്ടോ പോകുന്നത്. പക്ഷെ കുറച്ച് കൂടുതൽ പേര് പോകുന്നത് കൊണ്ടാണ് അവരുടെ പിറകെ നമ്മളും പോകുന്നത്. എന്തായാലും അവരും അങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും. ചിലരൊക്കെ മാപ്പ് നോക്കി കറക്റ്റ് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് ആ മാപ്പ് നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് പിടിയൊന്നും കിട്ടുന്നില്ല. ലയൺ ഫീഡിങ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ലയനുമായിട്ട് ഒരു കളിയുമില്ല കേട്ടോ. ലയനും ടൈഗറുമായിട്ടൊന്നും ഒരു കളിയുമില്ല. പോകുന്ന വഴിക്ക് നിറയെ ബേർഡ്സിൻ്റെയും ഇതുപോലുള്ള ക്രൊക്കോഡൈൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ നമ്മുടെ സൂവിലൊക്കെ കാണുന്ന രീതിയിൽ കുറേയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് പോകാനായിട്ട് രസമുണ്ട്. നമ്മളെന്തോ 9 മണിക്ക് എന്തോ ഇതിനകത്ത് കയറി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് പതിയായാൽ നമുക്ക് നമ്മുടെ ഓറാങ്കൂട്ടൻ, അച്ഛൻ്റെ ഫ്രണ്ട് ഓറാങ്കൂട്ടനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നടന്നാലേ പറ്റത്തുള്ളൂ. എങ്കിലും കാഴ്ചകളെല്ലാം കാണണം, ഒന്നും തന്നെ മാക്സിമം മിസ്സാവാണ്ട് എല്ലാം കണ്ട് കവർ ചെയ്ത് പോകണം. നമ്മൾ അവിടെ വെച്ച് ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെ വെച്ച് കണ്ട ഫാമിലീസ് ആട്ടോ പോകുന്നത്. ഒരു 10-30 പേരെന്തോ ഉണ്ട്. എത്രയാണെന്ന് കൗണ്ട് എനിക്കറിയത്തില്ല. കുറേ NRIs ഇവിടെ വെച്ച് കണ്ടപ്പോഴും എന്തൊരു സ്നേഹമെന്നറിയോ അവർ. വീണ്ടും ഞാനും ഏട്ടനും വേറെയൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അത്രയേറെ സ്നേഹമുള്ള കുറേ ആൾക്കാർ. ഈ ഓടിക്കളിക്കുന്നത് മംഗൂസ് ആണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വായിക്കുകയും ചെയ്തു. ഇപ്പോൾ ബോർഡ് കാണുന്നില്ല, ഞാൻ മറന്നുപോയി. മംഗൂസ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ടതുപോലെ ഇല്ലേ? യെസ്, കണ്ടിട്ടതിനെ പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞത് കേട്ടോ. നമ്മുടെ സൂവിലൊക്കെ 1-2 അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഏത് സാധനവും ഇഷ്ടം പോലെ ഉണ്ട്, അൺലിമിറ്റഡ് ആട്ടോ. എവിടെ നോക്കിയാലും അതിപ്പോൾ ക്രൊക്കോഡൈലായാലും ശരി, മംഗൂസ് ആയാലും ശരി, ഏത് അനിമളോ ബേഡോ ആയിക്കോട്ടെ ഇഷ്ടം പോലെ നിറയെ ഉണ്ടാവും. അപ്പോൾ ഈ മംഗൂസിനെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴേക്കും അവിടെ വീണ്ടും ഒറാങ്കൂട്ടാൻ ഷോ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോവാം. ഒട്ടും വൈകണ്ട, എല്ലാവരും പോകുന്നുണ്ട്, നമ്മളും കൂടെ പോകുന്നുണ്ട്.
ഓറാങ്കൂട്ടനെ കാണുക, ഓറാങ്കൂട്ടൻ്റെ ഷോ കാണുക, ഓറാങ്കൂട്ടനൊപ്പം ഫോട്ടോ എടുക്കുക. എനിക്കൊന്നും ഈ സാധനമായിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. അച്ഛൻ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കണം, വേദയ്ക്കും ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അമ്മ ഫോട്ടോ എടുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും ഇഷ്ടമല്ല. ടൈഗർ പിന്നെ നമ്മുടെ നാഷണൽ അനിമലായിട്ട് ഞാൻ വെയിലായിരിക്കും ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ കരുതി 10:15 ഓറാങ്കൂട്ടൻ ഷോ ആണ്. 10 ഫസ്റ്റ് ഇവിടെ നമ്മൾ നടന്നെത്തുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇത് പിടിച്ചണ്ട, ഞാൻ കരുതി വെയിലായതുകൊണ്ട് പണി കിട്ടിയെന്ന് കരുതി. പക്ഷെ നല്ല തണൽ, മരത്തിൻ്റെ തണലുള്ളതുകൊണ്ട് ചൂടൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഓറാങ്കൂട്ടൻ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എലിഫൻറ്റ് ഷോ നടന്നപ്പോൾ ഞാനും അച്ഛനും അമ്മയും വേദയും കൂടി ഫ്രണ്ടിലിരുന്നു. ഏട്ടന് ഈ ആനിമൽസിനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏറ്റവും പുറകെ ചെന്നിരുന്നു. അത് ഭയങ്കര സ്മെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ഒക്കെ നന്നായിട്ട് എടുക്കണം, വന്ന് ഫ്രണ്ടിലിരിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി കേട്ടോ. എന്നിട്ട് എന്നോട് ആദ്യമേ വാൺ ചെയ്തു, എങ്ങാനും ഈ ഓറാങ്കൂട്ടനെങ്ങാനും താഴേക്ക് ഇറങ്ങി വന്നാൽ നോക്കിക്കോ എൻ്റെ വിധം മാറും കേട്ടോ. ചിലപ്പോൾ ഇവരിങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവും കേട്ടോ. അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ദേഷ്യം വരും, ഞാനിതെല്ലാം കൂടി കളഞ്ഞിട്ട് പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ വരികയാണ്. ഞാനങ്ങനെ ഉറപ്പ് നൽകി, ഇല്ല ഒന്നും സംഭവിക്കില്ല ഏട്ടാ, വാ ഏട്ടാ ഫ്രണ്ടിലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഇതാവാം, ഇവിടെയൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും അവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്നൊരു നനവിൽ തന്നെ ഞാൻ ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് ഞാൻ ഏട്ടൻ ആ നനവിലിരിക്കില്ല, പിന്നെ ഏട്ടൻ ഇരിക്കേണ്ട സ്ഥലം കൂടി ഞാൻ ഇരുന്ന് ആ നനവിനെ മാറ്റിക്കൊടുത്തു. എൻ്റെ ജീൻസ് ഫുൾ വെള്ളമായിട്ട് അവസാനം അവിടെ നിന്ന് എണീറ്റപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ച പോലെയായിരുന്നു എൻ്റെ പാൻസിലുണ്ടായിരുന്നത് കേട്ടോ. ഫുൾ നനഞ്ഞിരുന്നായിരുന്നു. ബാക്കിൽ വന്നില്ല, ഫ്രണ്ടിലാണ് ഇരുന്നത്. ഫ്രണ്ടിൽ നിന്നപ്പോൾ കുറച്ചൊന്ന് സൈഡിലായി പോയിട്ടോ. കറക്റ്റ് സെൻറ്ററിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിക്ക് കാണാമായിരുന്നു. ആദ്യം മുകളിലേക്ക് കയറി, പിന്നെ അമ്മയ്ക്ക് കാലുമുട്ടൊക്കെ നടക്കാൻ വേദന എന്നൊക്കെ പറഞ്ഞു. പിന്നെ കരുതി എങ്കിൽ ശരി ഫ്രണ്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫ്രണ്ടിൽ ഇരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് കാണാനും പറ്റും. പക്ഷെ കുറച്ച് നടുക്കായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. ഞങ്ങളിപ്പോൾ സൈഡിലേക്കായിപ്പോയി, അതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനെ പിടിച്ചിരുത്തിയ പാട് എനിക്ക് മാത്രം അറിയാം. എന്തായാലും എല്ലാം അവിടെ ഓറാങ്കൂട്ടാൻ്റെ ഗുസ്തിയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എന്താണ് സംഭവം ഒന്നും അറിയാൻ പറ്റത്തില്ല. അവർ ഫുൾ ട്രെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ തന്നെ പോപ്കോണും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമ്മുടെ തിയേറ്ററിൽ പോകുമ്പോൾ ഉള്ളതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ വിശറിയും കാര്യങ്ങളൊക്കെ അവർ കൊണ്ട് നടക്കുന്നുമുണ്ട്. അതെല്ലാവരും വാങ്ങുന്നുമുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പകുതിയില്ല 3/4 പേരും വീശി ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ചൂടുണ്ടാകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പോണിറ്റെയിലെല്ലാം കെട്ടിയത്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയില്ല. എങ്കിലും ചൂടുണ്ടായിരുന്നു. വേദയ്ക്ക് മുടിയെല്ലാം വെട്ടിയത് കൊണ്ട് വലിയ രീതിയിൽ വേദയും വിഷമിച്ചില്ല എന്നുള്ളതാട്ടോ സത്യം. ചീരുന്നിട്ട് എവിടെ ഓറാങ്കൂട്ടൻ എവിടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നത് വേറെ സെക്ഷൻ ആട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഓറാങ്കൂട്ടനുമായിട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളാണ് കേട്ടോ. 10:15 എന്തുകൊണ്ട് ഷോ. എന്തായാലും ഞാൻ നമ്മുടെ ഓറാങ്കൂട്ടൻ ഷോ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഞാൻ കണ്ടതുപോലെ തന്നെ നിങ്ങളും കുറച്ചൊക്കെ കണ്ടോളൂ ഓറാങ്കൂട്ടൻ ഷോ. Wow. 時間邊一嚟，我再落 school 嚇。Let's go！ มาแล้วเชิญมาAre you okay? Let's go. OK， 前往跛拳啱到啦，從拐角中探佢同時間嘅。Are you ready? Solo! Okay, please come to
Let's go. Orang Utan. Hey, yeah. Don't get out. Get out. Okay. The next show. Orang Utan Taiwan. വെളമായി The Blue Corner. Wow.โอเคออกมาถึงด้านหน้าแล้วถอดหมวกถอดแว่นหน่อยดีกว่าฮะถอดแว่นหน่อยVery handsome โอเคทักทายหน่อยดีกว่า Hello what's up เอาล่ะ Thailand Land of Smile โอเค Smile โชว์หน่อย Smile ก็ตาเลยโอเคแชมป์นี่กว่าจะมาเป็นแชมป์ได้เราต้องมีสกิลมาโชว์กันสักนิดหนึ่ง fighting skill โชว์โอเค fighting skill โชว์มัดเท้าไว้เขาต้องนะเอางี้ดีกว่าแชมป์ของเรามีโชว์ชุดพิเศษมาให้ท่านผู้ชมดูนั่นก็คือ The Magic Show รู้ลูกกอล์ฟหนึ่งลูกแชมป์รับ I need a handle. Handle you have? Give me handle. Yes, yes, yes. Thank you, sir. I give it to you. The magic. One more time again, one more. Slow motion. 1, 2, 3. Please clap your hands. นี่เขารู้หมดแล้วเอาคืนมาแล้วนะมาเยอะมันแชมป์เนี่ยอันนี้แชมป์สวีทโชว์หน่อยนี่คิดซะด้วยเดี๋ยวภาพഎന്നിട്ട് നോക്കി ഇത് കാണുംแล้วนี่แหละครับ The Blue Corner โอเคบายสิดาวเชิญนั่งที่ฮะเชิญเลยเทรนเนอร์โอเคเทรนเนอร์เทคแคร์ฮิมหน่อย ബോക്സിംഗ് ചാമ്പ്യൻ ആണ് เฮ้ยโอ้โหใส่ทั้งสกิลอย่างโหไม่ได้กับดาวทั้งคู่เลยว้าวโอ้โหเวรี่สองทักทายคนดูหน่อยสวัสดีครับนามัสเตเช็คแฮนด์กันดีกว่า Hello how are you I'm fine thank you เช็คแฮนด์เนาะคิสแฮนด์เลยคือมาใส่มันเนี่ยต้องใส่ผมวันนี้ต้องมีปัญหาแหละขอเจ้าหน้าที่เก็บผมมาครับตอนเด็กชายโอเคซ้ายลึกเข้ามานี่มาทางด้านนี้ดีกว่า Hit very strong. You want to sit up show, okay? Sit up show exercise up. 1, 2, 3. 5, 6, 7, 8, 9, And 10.
好了，来让我们升档。Keeper, reach up to the bell like this. Here girl. Sit down. sorry เราสงสัยเด็กเก็บของออกมาผิดคิวขอเสียงปรบมือดังต้อนรับให้กับเข้มแข็งมิสเตอร์ตะเลียงถึงก็น่ารักทานกันดูหน่อยสวัสดีค่ะโอเคเจเน่มาโชว์เนาะเจเน่วันนี้เจเน่เชียร์ดาวโอ้ no what do you want อะไรนะ she want show that okay music สำเร็จที่เราขอฮิปเปี้ยด้วย thank you sit down ฮะอะไรโอ้โหลงซ้ายขวาหน้าดีไม่มีอะไรซับซ้อนบางกลางซ้ายได้ไปไหมกรรมการจะกินนะฮะบัตทัสห้ามจับมาหน้าเขาโอ้ทำรู้ดีกว่าฉันได้แน่นอนนี่ลงซ้ายขวาหน้าดีได้ไปซับซ้อนเฮ้ยนั่นกรรมการผมนี่ผู้ชมอย่างนี้เอาละก่อนการชกมวยไทยเลยต้องการกระดาษว่าครูบาอาจารย์ซะก่อนเริ่มจากฝ่ายมุมแดง Red Hunger Exercise วอร์มอัพมิสเตอร์โบนี่ฮะไปทำดาวแล้วนี่เลยครับ The Red Hungerนอนมุมแค่นี้ก็ได้นะดูกันแต่ว่าครูบาอาจารย์ของทางด้านแชมป์เลยนะครับมาin fighting style กาลามันเนี่ย ดูคอนแรกนะมิสเตอร์สายลมไทยสไตล์ไทยบ็อกซิ่งวัดสลิมไอ้เกเดอร์สองสามรอบโดนนักเตะคนเดียวนี่อย่างที่บอกนะเขาเป็นแชมป์ทั้งหมด3 สมัยเราเดี๋ยวเอาชุดใครมาใส่วะเข้ากันกับตัวโอเคกรรมการวิ่งนักชกลงกลางเวทีคุยกันงานเล็กน้อยเสียงระฆังพร้อมดังขึ้นกรรมการสั่งไปเราเป็นของฝ่ายเล็กคนหน้าฝ่ายรองผู้คนหน้าฝ่ายรองฝ่ายเล็กชี้เข้าไปหลังลูกดาวดูกันได้อายุโอเคกองกำลังกรรมการสั่งไปเราเป็นของฝ่ายเล็กคนหน้าชี้เข้าไปมาตีว้าวอันนั้นเลย 1 2 3 4 5 เฮ้ยเนี่ยวันดาวอีกทีนึงน้องเฮ้ยทำไมจริงๆกันเลยวะฮัลโหลเดี๋ยวนะบอยเดี๋ยวഓ വീശി കൊടുക്കാൻ വന്നത് വീശി കൊടുക്കാൻ now thank you man okay เริ่มยกที่2 start round 2คณะกรรมการนักชกกลางเวทีเสียงระฆังดังขึ้นกรรมการสั่งไฟ
台怎么告诉你关？我是一名球，阿姨仔，干嘛喂？干嘛喂？我們為咗我 finish 真咩咁講？細路先得കൈയടിക്കാം. Ladies and gentlemen, please shake the ground uniform revealing the നല്ലൊരു ഷോ അല്ലായിരുന്നു ഈ ഒരു ഒറാങ്കൂട്ടാൻ ഷോ. അത്രയും നല്ല ഷോ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്രയും ലെങ്ത്തിൽ ആ ഒരു ഷോ മാക്സിമം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരെങ്ങനെ ട്രെയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ആയാലും ആ മങ്കീസ്, ആ ഒറാങ്കൂട്ടാൻസ് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തു തരുന്നത് അല്ലേ. എത്ര ട്രെയിൻ ചെയ്താലും എങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല. ഇങ്ങനെയല്ല കേട്ടോ, ഒറാങ്കൂട്ടാൻ ഫോട്ടോസ് എടുക്കുന്ന വേറെ ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്താലും പൈസയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒറാങ്കൂട്ടാൻ ഷോ ഫുള്ള് കണ്ടവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അറിയില്ല, നേരിട്ട് കണ്ടപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ഷോ സത്യം. അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം അച്ഛൻ ഒറാങ്കൂട്ടൻ ഫാൻ ആയതുകൊണ്ട് ഒറാങ്കൂട്ടൻ്റെ ഷോ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നല്ല രസമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവരെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ കൈയും കാലും വെച്ച് കോഡൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. എങ്കിലും ഇത് നീറ്റായിട്ട് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ. എന്തായാലും അടുത്ത വീഡിയോയിൽ അച്ഛൻ ഒറാങ്കൂട്ടനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്ന വിശേഷവും കഥയൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.